കോവിഡ് കേസുകൾ വർദ്ധിക്കുന്നതിനാൽ രോഗലക്ഷണങ്ങൾ ഉണ്ടെങ്കിൽ കുട്ടികളെ സ്കൂളിലേക്ക് വിടരുതെന്ന് രക്ഷിതാക്കൾക്ക് നിർദ്ദേശം നൽകി കർണാടക സർക്കാർ. സ്കൂളുകൾ തുറക്കാനിരിക്കെയാണ് കോവിഡ് രോഗവ്യാപനം സംബന്ധിച്ച് രക്ഷിതാക്കൾക്ക് സുപ്രധാന മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത്. കോവിഡ് രോഗലക്ഷണങ്ങളായ പനി, ചുമ, ജലദോഷം തുടങ്ങിയവയുണ്ടെങ്കിൽ കുട്ടികളെ സ്കൂളിലേക്ക് അയക്കരുതെന്ന് സർക്കാർ പുറത്തിറക്കിയ സർക്കുലറിൽ പറയുന്നുണ്ട്. കോവിഡ് സാഹചര്യത്തിൽ സർക്കാർ സ്വകാര്യ സ്കൂളുകളിൽ സ്വീകരിക്കേണ്ട മുൻകരുതലുകൾ സംബന്ധിച്ച് ആരോഗ്യ കുടുംബക്ഷേമ വകുപ്പ് കമ്മീഷണർ പ്രത്യേക നിർദ്ദേശങ്ങൾ പുറത്തിറക്കിയിട്ടുണ്ട്. നേരത്തെ മെയ് 26-ന് മുഖ്യമന്ത്രി സിദ്ധരാമയ്യയുടെ അധ്യക്ഷതയിൽ ചേർന്ന അവലോകന യോഗത്തിലെ തീരുമാനങ്ങൾ പ്രകാരമാണ് ഈ സർക്കുലർ പുറത്തിറക്കിയത്. പനിയും ചുമയും ജലദോഷവും മറ്റ് രോഗലക്ഷണങ്ങളും ഉണ്ടെങ്കിൽ കുട്ടികളെ സ്കൂളിൽ വിടരുത്, മറിച്ച് ആവശ്യമായ ചികിത്സ ലഭ്യമാക്കുകയും ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം പരിചരണം ഉറപ്പാക്കുകയും വേണമെന്നാണ് പ്രധാന നിർദ്ദേശം. രോഗലക്ഷണങ്ങൾ പൂർണ്ണമായും മാറിയ ശേഷമേ കുട്ടിയെ സ്കൂളിലേക്ക് വിടാവൂ എന്നും നിർദ്ദേശിച്ചിട്ടുണ്ട്. കുട്ടികൾ പനിയും ചുമയും ജലദോഷവും പോലെയുള്ള ലക്ഷണങ്ങളുമായി സ്കൂളിലേക്ക് വന്നാൽ അവരുടെ രക്ഷിതാക്കളെ വിവരമറിയിച്ച് കുട്ടികളെ വീടുകളിലേക്ക് മടക്കി അയക്കണമെന്ന് സ്കൂളുകളോടും നിർദ്ദേശിച്ചു. അധ്യാപകർക്കോ അനധ്യാപക ജീവനക്കാർക്കോ രോഗലക്ഷണങ്ങൾ ഉണ്ടെങ്കിൽ മതിയായ വിധത്തിലുള്ള മുൻകരുതലുകൾ സ്വീകരിക്കണം. കൈ കഴുകുന്നത് പോലെയുള്ള വ്യക്തിശുചിത്വ നടപടികൾ സ്വീകരിക്കേണ്ടതിന്റെ ആവശ്യകതയും സർക്കുലറിൽ വിശദീകരിക്കുന്നുണ്ട്. കർണാടകയിൽ നിലവിൽ 234 കോവിഡ് രോഗികളാണ് ചികിത്സയിലുള്ളത്. ജനുവരി 1-ന് ശേഷം 3 രോഗികൾ കോവിഡ് ബാധിച്ച് മരിക്കുകയും ചെയ്തിരുന്നു. ഇവരെല്ലാം മറ്റ് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നവരാണെന്നാണ് അധികൃതർ വിശദീകരിക്കുന്നത്. കേന്ദ്ര സർക്കാർ നൽകുന്ന കണക്കുകൾ പ്രകാരം ആകെ 2710 കോവിഡ് കേസുകളാണ് ഇപ്പോൾ രാജ്യത്തുള്ളത്. കേരളം, മഹാരാഷ്ട്ര, ഡൽഹി എന്നിവിടങ്ങളിലാണ് ഏറ്റവും അധികം ആളുകൾക്ക് കോവിഡ് ബാധിച്ചിട്ടുള്ളതെന്നും ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു.